ഹാജി की कहानी എന്ന കഥയിലെ ബാക്കിയും കൂടി എടുക്കാം നമുക്ക്. उनको बहुत अजीब लगा. उन्होंने समझाना चाहा लेकिन हाजी घर लौटने को राज़ी नहीं था. उनको बहुत अजीब लगा. അയാൾക്ക് വളരെ ബഹുത്ത് അജീബ് എന്ന് വെച്ചാൽ വിചിത്രമായിട്ട് തോന്നി എന്നാണ്. അജീബ് ലഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിചിത്രമായിട്ട് തോന്നിയത്? ഉനോനെ സംജാന ചാഹ അല്ലേ, അയാൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. സംജാന എന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കുക. ലേക്കിൻ ഹാച്ചി ഘർ ലൗട്ട്നേക്കോ രാസി നെഹിത്ത. പക്ഷേ എന്താ, ഹാച്ചി ഘർ ലൗട്ട്നേക്കോ വീട്ടിലേക്ക് തിരിച്ചു വരാൻ രാസി നെഹിത്ത അല്ലേ, ഇഷ്ടപ്പെട്ടിരുന്നില്ല. രാസി എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. ആഖിർ പ്രൊഫസർ ഖുദ് ഉസേ ഘർ തക്ക് ചോടുകർ ആയി. ആഖിർ അവസാനം എന്ത് ചെയ്തു? പ്രൊഫസർ ഖുദ് ഉസേ, പ്രൊഫസർ സ്വന്തം എന്ത് ചെയ്തു? ഘർ തക്ക് ചോടുകറായി, അതിനെ വീട്ടിലേക്ക് ആക്കി. ഓർ ദഫ്തർ ദേർ സെ ഗയെ, എന്നിട്ട് ദഫ്തർ എന്ന് വെച്ചാൽ ഓഫീസാണ്, ഓഫീസിലേക്ക് വളരെ നേരം വൈകിട്ട്, ദേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വൈകിട്ട് പോവുകയും ചെയ്തു. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले ले, शाम എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ്. വൈകുന്നേരം काम से लौटने के बाद ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് जब वो ट्रेन से उतरकर, അപ്പോൾ ട്രെയിനിലാണ് ജോലിക്ക് വന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് പ്രൊഫസർ ഇറങ്ങി വരുമ്പോൾ, അപ്പോൾ ഉത്തർന്ന എന്ന് വെച്ചാൽ ഇറങ്ങുകയാണ്. സ്റ്റേഷൻ കെ ഫാടക സെ അല്ലേ, സ്റ്റേഷൻ്റെ മുന്നിലുള്ള ആ ഗേറ്റിൽ നിന്നും നിൽക്കലേ അല്ലേ, പ്രൊഫസർ വരുന്നതും കാത്ത് വരുന്ന സമയത്ത് എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേക്ക, അപ്പോൾ കണ്ടു. ബാഹർ സടക്ക് പർ അല്ലേ, പുറത്ത് സടക്ക് അല്ലേ, റോഡിൽ, സടക്ക് എന്ന് വെച്ചാൽ റോഡാണ്, സടക്കിൽ ആരുണ്ട്? ഹാച്ചി ഉൻക ഇന്തസാർ കർ രഹാ ഹെ അല്ലേ, ഹാച്ചി അദ്ദേഹത്തിന് ഇന്തസാർ കർ രഹാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉൻകെ സാത്ത് പൈദൽ ഘർ ലൗട്ട, അതെന്ത് ചെയ്തു? ഉൻകെ സാത്ത് പ്രൊഫസറിൻ്റെ കൂടെ തന്നെ, പൈദൽ എന്ന് വെച്ചാൽ കാൽനടയായിട്ട്, ഘർ ലൗട്ട വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഹാജി പ്രൊഫസറിൻ്റെ കൂടെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഫിർ തോ യേ റോസ് കാ സിൽസില ബൻ ഗയ. അപ്പോൾ പിന്നെ ഇത് റോസ് കാ അല്ലേ, ദിവസം ഒരു പതിവായിട്ട് മാറി. സിൽസില എന്ന് വെച്ചാൽ ഒരു പതിവായിട്ട് മാറി. ഹർ സുബഹ് ഹാച്ചി प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने से पहले स्टेशन के बाहर बैठकर उनका इंतज़ार करने लगता. हर सुबह अल्ലെ എല്ലാ ദിവസവും രാവിലെയും ഹാച്ചി എന്ത് ചെയ്യും? പ്രൊഫസർക്ക് ചോടിനെ സ്റ്റേഷൻ തക്ക് ജാത്ത അല്ലേ, പ്രൊഫസറിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചോടിനെ എന്ന് വെച്ചാൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ വരെ പോകും. ഓർ ഷാംകോ, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചെയ്യും? ഉൻകെ ആനെ സെ പെഹലെ, ആ പ്രൊഫസർ തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ, സ്റ്റേഷൻ്റെ പുറത്ത് ഇരുന്നിട്ട് ഉനക്ക് ഇന്തസാർ കർനെ ലഗ അല്ലേ, അദ്ദേഹത്തിന് കാത്ത് ഇരിക്കാൻ തുടങ്ങും. ഫിർ സാത്ത് ഗർ ആത്ത, പിന്നെ എന്ത് ചെയ്യും? ഫിർ എന്ന് വെച്ചാൽ പിന്നീട്, സാത്ത് കൂടെ ഒരുമിച്ചിട്ട് തന്നെ ഘർ ആത്ത വീട്ടിലേക്ക് തിരിച്ചു വരും. പുച്ചലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളിച്ചാടിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഹാച്ചിയും ഈ പ്രൊഫസറും ഒരുമിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. एक शाम हाची स्टेशन के बाहर बैठकर इंतज़ार कर रहा था. एक शाम ഒരു ദിവസം വൈകുന്നേരം ഹാച്ചി എന്ത് ചെയ്തു? സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ, സ്റ്റേഷൻ്റെ പുറത്തിരുന്നിട്ട് ഇന്തസാർ കർ രഹാ ത, കാത്തിരിക്കുകയായിരുന്നു. ആരെ? പ്രൊഫസറിനെ. ബഹുത്ത് ദേർ ഹോ ഗയി, വളരെയധികം സമയം ലേറ്റായിരുന്നു, നേരം വൈകിയിരുന്നു. ലേക്കിൻ പ്രൊഫസർ ലൗട്ട് കർ നെഹി ആയെ, പക്ഷേ എന്ത് ചെയ്തില്ല? ലേക്കിൻ എന്ന് വെച്ചാൽ പക്ഷേ, പ്രൊഫസർ എന്ത് ചെയ്തില്ല? ലൗട്ട് കർ നെഹി ആയെ, തിരിച്ചു വന്നില്ല. രാത്ത് ഹോ ഗയി, അങ്ങനെ രാത്രിയായി അല്ലേ, ഇത്ര സമയമായിട്ട് പ്രൊഫസർ വന്നില്ല, അങ്ങനെ രാത്രിയായി.
ബർഫ് ഗിർനെ ലഗി. അങ്ങനെ രാത്രി കാലത്ത് മഞ്ഞ് അല്ലേ, ബർഫ് എന്ന് വെച്ചാൽ മഞ്ഞ് വീഴാൻ തുടങ്ങി. ഗിർനെ ലഗി. പർ ന തോ പ്രൊഫസർ ആയെ. പക്ഷേ എന്താ, പ്രൊഫസർ വന്നിട്ടില്ല. പിന്നെയോ നാ ഹി ഹാച്ചി ഉസ് ജഗഹ് സെ ഹില. ഹാച്ചി ആണെങ്കിലോ ആ സ്ഥലത്ത് നിന്ന്, ജഗഹ് എന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് നിന്ന് ഒന്ന് എണീറ്റ് പോവുകയോ മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല, വ്യതിചലിക്കുക പോലും ചെയ്തിട്ടില്ല, അവിടെ തന്നെ ഇരുന്നു. ദരഅസൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ താ. എന്തുകൊണ്ടാണ് പ്രൊഫസർ വരാതിരുന്നത്? ആ സമയത്ത് ഉസ് പ്രൊഫസർ കോ ദഫ്തർ മേ, ആ ഓഫീസിൽ തന്നെ എന്ത് ചെയ്തു, പ്രൊഫസർ കാ നിധൻ ഹോ ഗയാ. നിധൻ എന്ന് വെച്ചാൽ മരണപ്പെട്ടു. പ്രൊഫസർ മരണപ്പെട്ടത് കൊണ്ടാണ് തിരിച്ച് വരാതിരുന്നത്. അപ്പോൾ ഉന്നെ കബി നഹി ലൗട്ട്നാ താ. ഇനി ഒരിക്കലും പ്രൊഫസർ എന്ത് ചെയ്യില്ല, തിരിച്ച് വരുന്നില്ല എന്ന് അറിയാം. ലേക്കിൻ ഹാജിക്കോ യഹ് ബാത് കേസെ പത്താ ചല. ഹാജിക്ക് ഈ കാര്യം എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, കേസ പത്താ ചല സക്തി തീ, എങ്ങനെ അറിയാം? പ്രൊഫസർ മരിച്ചുകൊണ്ടാണ് വരാത്തതെന്ന് ഈ ഹാജിക്ക് അറിയില്ലല്ലോ. ഉസേ तो इतना समझ आया कि उनका दोस्त इस जगह ट्रेन से उतरकर हर रोज़ उनके पास लौट आता था. उसे इतना समझ आया था कि ഇത്രയും മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രമേ ആ പട്ടിക്കുണ്ടായിരുന്നുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ ആ പട്ടിയുടെ ദോസ്ത് എന്ന് വെച്ചാൽ സുഹൃത്താണ് അല്ലേ. ഇസ് ജഗഹ്, ഈ സ്ഥലത്താണ്, ട്രെയിൻ സെ ഉത്തർക്കർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹർ റോസ്, എല്ലാ ദിവസവും ഉൻകെ പാസ് ലൗട്ട് ആത്താ, അവൻ്റെ കൂടെ തിരിച്ചു പോവുകയാണ് ചെയ്യാറ്. ആജ് നെഹി ലൗട്ടാ ഹെ, ഇന്ന് വന്നില്ല. ഹോ സക്താ ഹെ തോടി ദേർ ബാദ് ആ ജായ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ഉള്ളത് കൊണ്ട് നേരം വൈകിയതായിരിക്കും അല്ലേ. അപ്പം ഈ നായ വിചാരിക്കുകയാണ് ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, തോടി ദേർ ബാദ്, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫസർ വരുമെന്ന് ആര് വിചാരിക്കുകയാണ്? ഹാച്ചി വിചാരിക്കുകയാണ്. देर रात प्रोफेसर के परिजन उसे जबरन पर घर ले गए. അങ്ങനെ രാത്രി നേരം വൈകിയപ്പോൾ സമയത്ത് പ്രൊഫസറിൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ, കൊളീഗ്സ്, ഉസെ ജബരൻ ഘർ ലേ ഗേ അല്ലേ, ആ മൃതദേഹം കൊണ്ട് വീട്ടിൽ വന്നു. ലേക്കിൻ അഗ്ലി സുബഹ ഹാച്ചി ഫിർ ഉസി ജഗഹ് ജാക്കർ ബൈറ്റ് ഗേ. പക്ഷേ ഹാച്ചി എന്ത് ചെയ്തു, അടുത്ത ദിവസം രാവിലെ അല്ലെ, അഗ്ലി സുബഹ് എന്ന് വെച്ചാൽ അടുത്ത ദിവസം രാവിലെ ആ സ്ഥാനത്ത് തന്നെ പോയിട്ട് ഇരുന്നു. ഉസേ വിശ്വാസ് നെഹി താക്കി പ്രൊഫസർ റോസ് की तरह स्टेशन के उस दरवाजे से निकल कर आएंगे അല്ലേ. അവൻ ഇങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് അല്ലേ. ഹാച്ചി പ്രൊഫസർ എന്ത് ചെയ്യും, സാധാരണ പോലെ തന്നെ സ്റ്റേഷൻ്റെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വരുമെന്ന് വിശ്വസിച്ചു. उसे प्यार करने और फिर वे दोनों खेलते टहलते घर लौटेंगे. ആ പ്രൊഫസർ ഹാച്ചീനെ വളരെയധികം സ്നേഹിക്കുകയും പിന്നെ എന്താ ഓമനിക്കുകയും ചെയ്യും. പിന്നെയോ ഖേൽത്തെ ടഹൽത്തെ അല്ലേ, രണ്ടുപേരും നല്ല കളിച്ച് ചുറ്റിത്തിരിഞ്ഞ് ഗർ ലൗട്ടെങ്കിൽ അല്ലേ, വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ആണ് ആര് ചിന്തിക്കുന്നത്? ഹാച്ചി ചിന്തിക്കുന്നത്. वह रोज़ सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात भर घर ലൗട്ട് ആത്ത. അങ്ങനെ ഹാച്ചി എന്ത് ചെയ്യും, എല്ലാ ദിവസവും രാവിലെ പോയിട്ട് എവിടെ പോയിട്ടിരിക്കും, സ്റ്റേഷൻ കെ ബാഹർ അല്ലെ, സ്റ്റേഷൻ്റെ പുറത്തിരുന്ന് അതേ സ്ഥലത്തിരുന്നു, ബൈറ്റ് ജാത്ത ഓർ ദേർ രാത്രി ഗർ ലൗട്ട് ആത്ത, രാത്രി വളരെ നേരം വൈകിട്ട് എന്ത് ചെയ്യും, വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. कुछ समय बाद प्रोफेसर की पत्नी ने मकान बेच दिया അല്ലേ. കുച്ച് സമയം ബാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രൊഫസർ കി പത്നി, പ്രൊഫസറിൻ്റെ ഭാര്യ മക്കാൻ ബേച്ച് ദിയ, ആ കെട്ടിടം വിറ്റു അല്ലേ. ദൂസരെ ഷെഹർ ചലിഗി, എന്നിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് മാറി. ഷെഹർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടണമാണ്, മറ്റൊരു പട്ടണത്തിലേക്ക് മാറി താമസിച്ചു. വ ഉൻസെ അപ്പനെ സാത്ത് ഹാച്ചി കോ ബി ലേത്തി ഗയി. അങ്ങനെ അവർ പോകുമ്പോൾ ആരെ കൂടി കൊണ്ടുപോയി, ഹാച്ചിനെ കൂടി കൊണ്ടുപോയി. ലേക്കിൻ ഹാച്ചി വഹി സെ ബാഗ് ആയ, പക്ഷെ ഹാച്ചി എന്ത് ചെയ്തു, അവിടെ നിന്ന് ഓടി വന്നു. ഒരു സ്റ്റേഷൻ കെ ബാഹർ ടിക് ഉസി ജഗഹ് പർ
बैठकर फिर से इंतज़ार करने लगा. സ്റ്റേഷൻ്റെ പുറത്ത് ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഉസി ജഗഹ് പർ ബൈഠ്കർ ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ഫിർ സെ ഇന്തസാർ കർനെ ലഗ പിന്നെയും ഈ പ്രൊഫസറിനെ കാത്തിരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് കെ ലോഗ് ഉസെ പഹചാൻതെ തെ. സ്റ്റേഷൻ്റെ ആസ്പാസ് കെ ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ആൾക്കാർ എന്ത് ചെയ്തു ഉനെ ഉസെ പഹചാൻതെ തെ അതിനെ തിരിച്ചറിയുമായിരുന്നു. ഇത് പ്രൊഫസറിൻ്റെ കൂടെ ഉള്ളതാന്ന് തിരിച്ചറിയുമായിരുന്നു. വേ ലോഗ് ഹാച്ചിക്കോ ഖാന ഖിലാത്തെ തെ. അതുകൊണ്ട് തന്നെ ആ ആൾക്കാരെന്ത് ചെയ്യും ഹാച്ചിക്ക് ഖാന ഖിലാതെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. വ ദിൻ ഭർ സ്റ്റേഷൻ കോ ദേഖ്താ രഹ്ത. ഈ ഹാച്ചി എന്ത് ചെയ്യും ദിൻഭർ ദിവസം മുഴുവനും ആ സ്റ്റേഷൻ തന്നെ നോക്കിയിരിക്കും. ട്രെയിൻ ആത്തി അല്ലേ, ട്രെയിൻ വരുന്ന സമയത്ത് ഉച്ചക്കർ അല്ലേ, അപ്പോൾ തുള്ളിച്ചാടിക്കൊണ്ട് അപ്പനെ പ്രൊഫസർക്കോ ഖോജ കർത്ത തൻ്റെ പ്രൊഫസറിനെ അന്വേഷിച്ചിട്ട് പോകും അല്ലേ. ഖോജ കർത്ത എന്ന് വെച്ചാൽ അന്വേഷിക്കും. രാത്രി ഹോത്തി സിർ ജുക്കർ രാത്രിയാകുമ്പോൾ തല കുനിച്ചിട്ട് തല താഴ്ത്തിയിട്ട് ഇപ്പോൾ എന്താ ഒരു നിരാശയോടെ യാർഡുമേ സോനെ ലഗ് ജാത്ത അല്ലേ, ആ സ്റ്റേഷനിലുള്ള കൊനായിൽ പോയിട്ട് കിടന്നുറങ്ങും. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने हाची ठीक उसी जगह अपने प्रोफेसर का इंतज़ार करता रहा. അങ്ങനെ എന്ത് ചെയ്തു 1 साल എന്ന് വെച്ചാൽ വർഷമാണ്, ഒരു കൊല്ലം 2 साल 2 കൊല്ലം 3 കൊല്ലമായി 3 साल पूरे 9 साल മൊത്തം എത്ര കൊല്ലമുണ്ട് 9 കൊല്ലവും പിന്നെ 9 മഹീനെ 9 മാസവുമായി ഹാച്ചി ടീക്ക് ഉസി ജഗഹ് ഹാച്ചി അതേ സ്ഥലത്ത് ബൈഠ്കർ അപ്പനെ പ്രൊഫസർ കാ ഇന്തസാർ കർത്താ രഹ അവിടെ തന്നെ ഇരുന്നിട്ട് തൻ്റെ പ്രൊഫസറിനെ കാത്തിരിക്കുകയായിരുന്നു ഹാച്ചി. ജിസെ ഏക്ക് സുബഹ് ഉസെ ട്രെയിൻ മേ ബിഠാക്കർ വിദാ കിയാ താ. ഒരു ദിവസം രാവിലെ അതിൻ്റെ പ്രൊഫസറിനെ ട്രെയിനിൽ ഇരുത്തിയിട്ട് എന്താണ് യാത്ര പറഞ്ഞ് പോയതായിരുന്നു പ്രൊഫസർ. പിന്നെ വന്നില്ല. ലേക്കിൻ ജോ ഫിർ കഭി ലൗട്ട് കർ നഹി ആയ. പക്ഷേ അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നില്ല. സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫറക് നഹി പട. സർദി എന്ന് വെച്ചാൽ തണുപ്പാണ്, ഗർമി എന്ന് വെച്ചാൽ ചൂട്, ബർസാത്ത് എന്ന് വെച്ചാൽ മഴ, ബർഫ് എന്ന് വെച്ചാൽ മഞ്ഞ്. ഇതൊക്കെ ഹാച്ചിക്കോ ഇൻ സബ്സെ ഇതെല്ലാം കൊണ്ടൊന്നും ഹാച്ചിക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ഇരുന്ന് പ്രൊഫസറിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने. അപ്പോൾ ബീച്ച് മേ കബി ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അവരുടെ ഭാര്യ പ്രൊഫസറിൻ്റെ ഭാര്യ എന്ത് ചെയ്യും അപ്പനെ പതിക്ക് കബ്ർ പർ അല്ലെ തൻ്റെ പതിയുടെ ഭർത്താവിൻ്റെ കബറിടത്തിൽ ഫൂൽ ചടാനെ പുഷ്പങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് आ जाती. तब वह हाची को साथ സടക്ക് പർ ബൈഠ്കർ रोती रहती. അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ വഹ് ഹാച്ചിക്ക് സാത്ത് ഹാച്ചിയുടെ കൂടെ സടക്ക് പർ ബൈഠ്കർ അല്ല എന്നിട്ട് റോഡിൽ ഇരുന്നിട്ട് റോത്തി രത്തി കരയുമായിരുന്നു അവർ. और शायद उस മൂഗ് ജാൻവർ കെ പ്രേം സമർപ്പൺ വ പ്രതീക്ഷ പർ അജ്രജ് കർത്തി. അങ്ങനെ ഷായദ് ഒരു പക്ഷേ ഉസ് മൂഗ് ജാൻവർ കെ ആ മൂകനായിട്ടുള്ള എന്താണ് ജാൻവർ എന്ന് വെച്ചാൽ മൃഗത്തിൻ്റെ പ്രേം അല്ലേ അളവില്ലാത്ത സ്നേഹത്തിനും സമർപ്പണത്തിനും പ്രതീക്ഷയ്ക്കും അജരജ് കർത്തി അവരുടെ കണ്ണുകൾ നനയിച്ചിരുന്നു. സമയക്ക് സാത്ത് സാത്ത് ഹാച്ചി ബൂഢാ ഹോ ഗയ അല്ലേ, സമയം കഴിയുന്തോറും എന്താണ് കാലം കടന്നു പോകുന്തോറും ഹാച്ചി ആരായിട്ട് മാറി വയസ്സായിട്ട് വരികയാണ്. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹി ചോട. പക്ഷേ വയസ്സാണെങ്കിൽ പോലും ഇത്രയും കൊല്ലമായിട്ട് ആണെങ്കിൽ പോലും ഹാച്ചി എന്ത് ചെയ്യില്ല പ്രൊഫസറിനെ കാത്തിരിക്കുന്നത് ഒരിക്കൽ പോലും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 1933 में उसी जगह बैठे बैठे
ഉസ്നെ ദം തോട് ദിയ. 1935 എന്ത് ചെയ്തു, ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട്, അതേ സ്ഥലത്ത് ഇരുന്നിട്ട് ആ നായിയും മരണപ്പെടുകയാണ്. ഉസ് സമയ ബർഫ് ഗിർ രഹി അല്ലേ, ആ സമയത്ത് മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുയെ ഹാച്ചിക്ക് ഖുലി ആങ്കേങ്കോ ജैसे अब भी इंतज़ार था. മരിച്ചു കിടക്കുന്ന അല്ലേ, മരേ ഹുയെ എന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന, ഹാച്ചിക്ക് ഖുലി ആങ്കോങ്കോ, മരിച്ചു കിടക്കുമ്പം കണ്ണിങ്ങനെ തുറന്നിട്ടാണുള്ളത്. ഖുലി ആങ്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന കണ്ണുകൾ. അപ്പോൾ ജേസെ അബ് ഇപ്പോഴും ആ കണ്ണുകൾ കണ്ടാൽ തോന്നും മരിച്ചു കിടക്കുമ്പോഴും പ്രൊഫസറിനെ കാത്തു നിൽക്കുന്നത് പോലെയാണ് അതിൻ്റെ കണ്ണുകൾ പറയുന്നത്. ഇത്രയാണ് കഥ.